കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എം.പി. നികേഷ് കുമാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഫണ്ട് പിരിച്ച ശേഷം ഇടപാട് നടന്നത് ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിൽ മാത്രമല്ലെന്ന് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായ എം.വി. നികേഷ് കുമാർ. ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലും ഇടപാട് നടന്നെന്ന് വെളിപ്പെടുത്തിയ നികേഷ് കുമാർ അക്കൗണ്ട് നമ്പരും പുറത്തുവിട്ടു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നികേഷ് കുമാർ ഉയർത്തുന്നത്. ഫെഡറൽ ബാങ്കിന്റെ വെള്ളയമ്പലം ബ്രാഞ്ചിൽ തുറന്ന 13/02/00004964 നമ്പർ അക്കൗണ്ടിൽ ഇടപാട് നടത്തിയെന്നാണ് നികേഷിന്റെ ആരോപണം. 8 അംഗ സംഖ്യയുടെ ഇടപാട് നടന്നതായാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ നികേഷ് കുമാർ ആരോപിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്തമായാണ് ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നും നികേഷ് കുമാർ പറയുന്നു. ഈ അക്കൗണ്ടിനെ കുറിച്ച് ഇതുവരെ പുറത്തു പറയാത്തത് എന്തുകൊണ്ടാണെന്നും നികേഷ് കുമാർ ചോദിക്കുന്നു. ഇതിനു പുറമെ മറ്റു ചില ചോദ്യങ്ങളും നികേഷ് കുമാർ ഉന്നയിക്കുന്നുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ഈ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്നാണ് നികേഷ് കുമാർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ എന്തുകൊണ്ട് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല? ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും പണം പോയിട്ടുണ്ടോ? 2026 സ്ഥലം രജിസ്റ്റർ ചെയ്തെങ്കിൽ 2024 തന്നെ ലക്ഷങ്ങൾ ഒരു അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ആ അക്കൗണ്ട് ആരുടേതാണ്? സ്ഥലം രജിസ്റ്റർ ചെയ്യാനെന്ന പേരിൽ ഒരു പ്രവാസി മലയാളിയുടെ പേരിലേക്ക് കോടിക്കണക്കിന് രൂപ പോയിട്ടുണ്ട്. ഈ പ്രവാസി മലയാളിയുമായി KPCC ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളും നികേഷ് കുമാർ ഉയർത്തുന്നുണ്ട്.